നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല കലോത്സവം തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിജയ കിരീടത്തിലേക്ക്. ദേശീയപാത വികസനം സ്ഥലമെടുപ്പിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. ജസ്റ്റിസ് സുകുമാരൻ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നതായി ആക്ഷൻ കൌൺസിൽ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. ശ്രീ എം നയിക്കുന്ന പ്രത്യാശാ പദയാത്ര 4-ന് കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ബാലസൗഹൃദ പഞ്ചായത്തിനും IT സാക്ഷരതയ്ക്കും മുൻഗണന. അജാനൂർ പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ ബ്രഹ്മകലശം ഭക്തിയുടെ നിറവിൽ ദേവപ്രതിഷ്ഠ നടന്നു. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാല കലോത്സവം ഞായറാഴ്ച സമാപിക്കും. കലാമത്സരങ്ങളിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മുന്നേറ്റം തുടരുന്നു. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ ലഹരിയിലാണ് ജില്ലയിലെ കലാസ്വാദകർ. സ്റ്റേജ് മത്സരങ്ങൾ ഞായറാഴ്ച സമാപിക്കും. ഇതുവരെയുള്ള മത്സരങ്ങളിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജാണ് മുന്നിലെത്തിയത്. വൻ ജനപങ്കാളിത്തമാണ് മത്സരങ്ങൾ ആസ്വദിക്കാനെത്തുന്നത്. 9 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ പുലരും വരെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നാടോടി നൃത്തം, ദഫ്മുട്ട്, നാടൻപാട്ട്, സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങൾക്ക് ഏറെ ആസ്വാദകർ ഉണ്ടായിരുന്നു. കലോത്സവ വിശേഷങ്ങൾ കോർത്തിണക്കി കണ്ണൂർ സർവകലാശാല ജേർണലിസം വിഭാഗം തയ്യാറാക്കിയ മിനുക്കു സപ്ലിമെന്റ് ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ യുവനടൻ കൈലാഷ് മുഖ്യാതിഥിയായി എത്തും. ജസ്റ്റിസ് സുകുമാരൻ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നതായി NH-17 ആക്ഷൻ കൌൺസിൽ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന സർവേയുമായി എല്ലാവരും സഹകരിക്കണമെന്നും കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത വീതി കൂട്ടൽ പരിപാടി കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതമായി മാറാതെ യാഥാർത്ഥ്യം കണക്കിലെടുത്ത് അനാവശ്യമായ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കിയും അശാസ്ത്രീയമായ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയും എത്രയും വേഗം നടപ്പാക്കണമെന്ന് NH-17 ആക്ഷൻ കൌൺസിൽ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ പദ്ധതി മൂലമുണ്ടാകുന്ന സാമ്പത്തിക, പാരിസ്ഥിതിക, പുനരധിവാസ, സാമൂഹ്യ പ്രശ്നങ്ങൾ സർക്കാരിനെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് സുകുമാരൻ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. പ്രസ്തുത കമ്മീഷന്റെ കണക്കെടുപ്പിനായുള്ള വിവരശേഖരണം മാർച്ച് 1 മുതൽ 30 വരെ നടക്കും. ഇതു സംബന്ധിച്ച വീടുകളെ സമീപിക്കുന്ന വളണ്ടിയർമാർക്ക് എല്ലാവിധ പിന്തുണയും സത്യസന്ധമായ വിവരങ്ങളും നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. കാസർഗോഡ് ജില്ലയിലെ സർവേയുടെ ഉദ്ഘാടനം മാർച്ച് 4-ാം തീയതി കാസർഗോഡ് ഉപ്പുമരച്ചോട്ടിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഗോപാലൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ CR നീലകണ്ഠൻ എന്നിവരടങ്ങിയ ഒരു സമിതിയും ആ സമിതിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു റിട്ടയർഡ് ജസ്റ്റിസ് സുകുമാരൻ്റെ നേതൃത്വത്തിലാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഈ കമ്മീഷന് മുമ്പാകെ സത്യസന്ധമായ വിവരം ജനങ്ങൾ നൽകണം. എല്ലാ വീടുകളിലും ഇതിൻ്റെ വളണ്ടിയേഴ്സ് പോകും. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ B. ഷാഫി ഹാജി, N. പവിത്രൻ, വിശ്വാസ് പള്ളിക്കര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. CPIM നേതാവ് MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന KM മാണിയാണ് അതിനേക്കാൾ ഗൗരവമുള്ള പല കേസുകളിലും ഉൾപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൂട്ടെന്ന് MV ജയരാജൻ പരിഹസിച്ചു. മണിയടിച്ചാൽ രക്ഷപ്പെടാത്ത വിധത്തിൽ അഴിമതി കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബാർ കോഴ അഴിമതി. എന്താ ബാർ കോഴ അഴിമതി? ബാർ ഉടമകൾ മന്ത്രി KM മാണിക്ക് കൈക്കൂലി കൊടുക്കും. നേരത്തെ ബാർ ഉടമകളാണ് ഈ സത്യം പറഞ്ഞത്.
ഇപ്പം ബാർ ഉടമകൾ മാത്രമല്ല, UDF-ലെ ചില ഘടകകക്ഷി നേതാക്കന്മാർ തന്നെ പരസ്യമായി പറയാൻ തുടങ്ങി KM മാണി അഴിമതിക്കാരനാണ്, രാജിവെക്കണം. ഈ അഴിമതി മന്ത്രിയെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ അഴിമതി മന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നതിന് കാരണം മുഖ്യമന്ത്രി അതിനേക്കാൾ വലിയ അഴിമതിക്കാരൻ. മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരായി നിരവധി കോടതികളിൽ നിന്ന് പരാമർശം വന്നിട്ടും മുഖ്യമന്ത്രി ആ സ്ഥാനത്തെത്തി. നീലേശ്വരം NG സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കാറ്റാടി അധ്യക്ഷനായി. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് DV അമ്പാടി, സെക്രട്ടറി K നാരായണൻ, യൂണിയൻ സംസ്ഥാന ട്രഷറർ PM ജമാൽ, ജില്ലാ സെക്രട്ടറി P പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ബാലസൗഹൃദ പഞ്ചായത്തിനും IT സാക്ഷരതയ്ക്കും മുൻഗണന നൽകി അജാനൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. IT സാക്ഷരതയ്ക്ക് മുൻഗണന നൽകാൻ അജാനൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ തീരുമാനം. വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷം മികച്ച പ്രവർത്തനം നടത്തുന്നതിന് പദ്ധതി രൂപീകരണ വേളയിൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ അംഗങ്ങളുടെയും അതുപോലെ തന്നെ സെമിനാർ നടത്തുന്നവരുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം ഞാനിവിടെ സ്മരിക്കുകയാണ്. അവരുടെ പൂർണ്ണ പിന്തുണയും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളെ നല്ല ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TV പത്മിനി, O കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ 14 അബ്ദുൾ റഹ്മാൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, A ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PN സുരേഷ് സ്വാഗതവും കോർഡിനേറ്റർ മധു നന്ദിയും പറഞ്ഞു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിൽ വരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോടോംബേളൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. തായന്നൂർ സാംസ്കാരിക നിലയത്തിലാണ് സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോടോംബേളൂർ വാർഷിക സമ്മേളനം തായന്നൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഠത്തിലേക്ക് നയിക്കാതിരിക്കുന്നതിനെ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ സംഘടന എങ്ങനെ രൂപം കൊണ്ടു, ആ രൂപം കൊണ്ട സംഘടനയുടെ പ്രവർത്തന രീതി എന്തായിരുന്നു, ഇപ്പോൾ അതെവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നു, ഇനി അങ്ങോട്ട് നമ്മുടെ കടമകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്താൽ നമുക്ക് കുറേയും കൂടി ഊർജം ലഭിക്കുകയും നമ്മുടെ പ്രവർത്തനത്തിന് കരുത്ത് ലഭിക്കുകയും നേരത്തെ നിങ്ങളുടെ അധ്യക്ഷൻ ഇവിടെ നിന്ന് സംസാരിച്ചതുപോലെ U വർക്കി അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി KS മുരളി, സരസ്വതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു. നീര ഉൽപാദനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനായി ശില്പശാല സംഘടിപ്പിക്കുന്നു. 15-ന് CPCRIയിൽ നടക്കുന്ന ശില്പശാലയിൽ നീരയുടെ വിതരണോദ്ഘാടനം നടക്കും. ജനങ്ങൾക്ക് നീര ഉൽപാദനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുവാനും ഇതിന്റെ വാണിജ്യ സാധ്യതകളെക്കുറിച്ച് അറിവ് നൽകുന്നതിനും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. CPCRI, നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. മാർച്ച് 15-ന് CPCRI PJ ഹാളിൽ നടക്കുന്ന ശില്പശാല ഡയറക്ടർ P ചൗഡപ്പ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CPCRI ഉൽപ്പാദിപ്പിക്കുന്ന നീരയുടെ വിതരണോദ്ഘാടനവും സംഘടിപ്പിക്കുമെന്നും ഡയറക്ടർ പറഞ്ഞു. We are going to conduct next month. This is the CPCRI in collaboration with North Malabar Chamber of Commerce and Kasaragod. We are going together. The program is very clear and objective program. So we would like to highlight the youth and unemployed youth, but basically women, and how to attract the youth into agriculture. Dr. KB Hebbar, ഫാറൂഖ് കാസ്മി, മനാഫ് നുള്ളിപ്പാടി, ശ്യാം പ്രസാദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ശ്രീ M നയിക്കുന്ന പ്രത്യാശ പദയാത്ര മാർച്ച് 4-ന് കാഞ്ഞങ്ങാട്ട് എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും സാമുദായിക സ്വരലയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ശ്രീ M-ന്റെ നേതൃത്വത്തിൽ പ്രത്യാശയുടെ പദയാത്ര സംഘടിപ്പിക്കുന്നത്. ജനുവരി 12-ന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച യാത്ര മാർച്ച് 4-ന് കാഞ്ഞങ്ങാട്ട് എത്തിച്ചേരും. രാവിലെ 10 മണിക്ക്
പുതിയകോട്ട ജംഗ്ഷനിൽ നിന്നും സ്വീകരിക്കുന്ന യാത്ര ഗാന്ധി പീസ് പാർക്ക്, കാഞ്ഞങ്ങാട് ടൗൺ, കോട്ടച്ചേരി, കുന്നുമ്മൽ, കിഴക്കുംകര, മാവുങ്കാൽ വഴി ഉച്ചയോടെ ആനന്ദാശ്രമത്തിൽ എത്തിച്ചേരും. വൈകുന്നേരം 5 മണിക്ക് ശ്രീ എം ആനന്ദാശ്രമം പരിസരത്ത് സത്സംഗമം നടത്തും. മാർച്ച് 5-ന് ചുള്ളിക്കരയിലും മാർച്ച് 6-ന് പാണത്തൂരിലും സത്സംഗമം നടത്തും. മാർച്ച് 7-ന് പദയാത്ര ഭാഗമണ്ഡലം വഴി കർണാടകയിലേക്ക് പ്രവേശിക്കും. 11 സംസ്ഥാനങ്ങളിലൂടെ 6500 കിലോമീറ്റർ സഞ്ചരിക്കുന്ന യാത്ര ജമ്മു കാശ്മീരിൽ സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ യാത്ര 2015 മാർച്ച് 3-ന് നീലേശ്വരത്തും 4-ന് കാഞ്ഞങ്ങാടും എത്തുകയാണ്. കാഞ്ഞങ്ങാട് രാവിലെ 10 മണിക്ക് പുതിയകോട്ട ജംഗ്ഷനിൽ എത്തുകയും അവിടെ വെച്ച് വമ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങി ഗാന്ധി പീസ് പാർക്ക്, കാഞ്ഞങ്ങാട് ടൗൺ, കോട്ടച്ചേരി, കുന്നുമ്മൽ, മാവുങ്കൽ വഴി ആനന്ദാശ്രമത്തിൽ ഉച്ചയോടുകൂടി എത്തുകയാണ്. പോകുന്ന വഴിയിലൊക്കെ പ്രത്യേകം ഏർപ്പാട് ചെയ്ത സ്ഥലങ്ങളിൽ റോഡിന് ഇരുവശങ്ങളിലും സ്വീകരണം നൽകുന്നതാണ്. വൈകുന്നേരം 5 മണിക്ക് വിപുലമായ ജനപങ്കാളിത്തത്തോടെ ശ്രീ എം ആനന്ദാശ്രമ പരിസരത്ത് സത്സംഗം നടത്തുന്നതായിരിക്കും. കെ ദാമോദരൻ, കെ ജെ പ്രവീൺ, സുകുമാരൻ പെരിയ, കെ രമേശ് ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനെ ജനമൈത്രി പോലീസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. ചെർക്കളയിൽ നടന്ന പരിപാടിയിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ ടി ഇ അബ്ദുള്ള പ്രഖ്യാപനം നിർവഹിച്ചു. സുരക്ഷിതത്വം ഒരു പൗരന്റെ അവകാശമാണ്. അത് നൽകേണ്ടത് പോലീസിന്റെ ചുമതലയുമാണ്. അപ്പോൾ ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു സമൂഹത്തിലാണ് പലപ്പോഴും വിവാര്യതകളും സംശയങ്ങളും ഭയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഈ വർഗീയത അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. അപ്പോൾ ഒരു സമൂഹം അവന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമുണ്ട് എന്നൊരു ബോധം വന്നാൽ തീർച്ചയായും വർഗീയമായോ വിവാര്യമായോ ആളുകൾ ചിന്തിക്കുകയും അവിടെയാണ് പോലീസിന്റെ പ്രസക്തി. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ അധ്യക്ഷത വഹിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CB അബ്ദുൽ ഹാജി, എ മാധവ മാസ്റ്റർ, ആയിഷ സഹദുള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം പാതൂർ കുഞ്ഞാമു, ചന്ദ്രശേഖരൻ, മൂസ ബി ചെർക്കള, ഷംസുദ്ദീൻ, മുഹമ്മദ് കുഞ്ഞി, കെ ദാമോദരൻ, CK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ജില്ലാതല സെമിനാറും സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റ് അവതരണത്തിനിടെ EPF പെൻഷൻകാരുടെ പ്രതിഷേധം. ചെറുവത്തൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചുരുങ്ങിയ EPF പെൻഷൻ 1000 രൂപയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപ്പായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ചുരുങ്ങിയ പെൻഷൻ 6500 രൂപയും ക്ഷാമബത്തയും അനുവദിക്കാൻ ആവശ്യമായ തുക കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചായിരുന്നു ബജറ്റ് അവതരണത്തിനിടെ പ്രതിഷേധിച്ചത്. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ചെറുവത്തൂരിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു കാര്യം, 58 വയസ്സാണ് വിരമിക്കൽ പ്രായം, സൂപ്പർ ആനുവേഷന്റെ പ്രായമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതിന് 60 വയസ്സായിട്ട് മാറ്റാൻ വേണ്ടി പോകുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ നിലവിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ പ്രയാസങ്ങളാണ് ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്നവരായിട്ടുള്ള ആളുകൾ, ഇനി പെൻഷൻ വാങ്ങിക്കുന്നവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ, സമരങ്ങളൊക്കെ നടത്തി ഈ പ്രായമായ കാലത്ത്. എന്നാൽ നമ്മുടെ പിൻഗാമികളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെയും അതുപോലെ പ്രക്ഷോഭണത്തിന്റെയും എല്ലാം ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുപോലെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെയും പ്രക്ഷോഭണത്തിന്റെയും ഫലമായിട്ട് നമുക്ക് ചെറിയ തോതിലെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഭാവിയിൽ നമ്മുടെ പിൻതലമുറ. പി കുഞ്ഞരാമൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV കുഞ്ഞമ്പാടി, P നാരായണൻ, M രാമൻ, M അമ്പൂഞ്ഞി, K കുമാരൻ, PK കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. രാവണേശ്വരം രാമഗിരി ലിറ്റിൽ സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 14ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. രാവണേശ്വരം രാമഗിരി ലിറ്റിൽ സ്റ്റാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ 14ാം വാർഷികാഘോഷം ബേക്കൽ AEO K രവിവർമ്മൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും പരീക്ഷയും അതുപോലെ സർവീസിൽ നിന്നും വിരമിക്കുന്ന കുറേ അധ്യാപകർക്കുള്ള യാത്രയപ്പം നടക്കുകയാണ്. അതോടൊപ്പം എല്ലാ വിദ്യാലയങ്ങളിലും ഇതുപോലെയുള്ള വാർഷിക ആഘോഷങ്ങളും നടക്കുകയാണ്. ടി വി രാജൻ അധ്യക്ഷനായി. വാർഡംഗം പി കാര്യമ്പു, ബിന്ദു ഗംഗാധരൻ, ശകുന്തള, ഭാർഗവി, ബാലകൃഷ്ണൻ, കുന്നത്ത് കരുണാകരൻ, അനീഷ് മാക്കി തുടങ്ങിയവർ സംസാരിച്ചു. എം വി നാരായണൻ സ്വാഗതവും ഗീത ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു.
LKG, UKG വിഭാഗങ്ങൾക്കായി നാടൻപാട്ട്, കൊയ്ത്തുപാട്ട്, പ്രച്ഛന്നവേഷ മത്സരം, സംഘഗാന മത്സരം എന്നിവ അരങ്ങേറി. സ്കൂൾ വിദ്യാർത്ഥി ശ്രീശാന്ത് അവതരിപ്പിച്ച മാജിക് ഷോ ശ്രദ്ധേയമായി. നൃത്തനൃത്യങ്ങളും അരങ്ങേറി. രവീന്ദ്രൻ രാവണീശ്വരൻ, എ ഗംഗാധരൻ എന്നിവർ സമ്മാന വിതരണം നടത്തി. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ കളിയാട്ട മഹോത്സവത്തിന് ഭക്തജന തിരക്കേറി. ദേവപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 108 തേങ്ങ കൊണ്ടുള്ള മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് ദേവപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15-നും 1:53-നും ഇടയിൽ ദേവപ്രതിഷ്ഠ നടന്നു. ചടങ്ങുകൾ ദർശിക്കാൻ 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കളിയാട്ടം നടക്കും. കളിയാട്ടം മാർച്ച് 2-ന് സമാപിക്കും. വാഴക്കോടൻ തറവാട്ടിൽ കളിയാട്ട ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. വാഴക്കോടൻ തറവാട് കളിയാട്ട ഉത്സവത്തിന് സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി ചാമുണ്ടിയമ്മ, പടിഞ്ഞാറെ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. അന്നദാനവും നൽകി. കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നുമായി 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. മടിക്കൈ അഴകുളം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ സംഘടിപ്പിച്ചു. മടിക്കൈ അഴകുളം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. ലളിതാ സ്തോത്ര സഹസ്രനാമങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് വിളക്ക് പൂജ നടന്നത്. കൃഷ്ണൻ മാസ്റ്റർ വിളക്ക് പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല കലോത്സവം തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിജയ കിരീടത്തിലേക്ക്. ദേശീയപാത വികസനം സ്ഥലമെടുപ്പിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. ജസ്റ്റിസ് സുകുമാരൻ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നതായി ആക്ഷൻ കൗൺസിൽ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. ശ്രീ എം നയിക്കുന്ന പ്രത്യാശാ പദയാത്ര 4-ന് കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ബാലസൗഹൃദ പഞ്ചായത്തിനും IT സാക്ഷരതയ്ക്കും മുൻഗണന. അജാനൂർ പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ ബ്രഹ്മകലശം ഭക്തിയുടെ നിറവിൽ ദേവപ്രതിഷ്ഠ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.